സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ പറയുന്ന 4 തെറ്റുകൾ നിങ്ങൾ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആയുസ് കുറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ അകത്ത് ഹറാമായ പണമുണ്ടോ, ഹറാമായ സമ്പത്തുണ്ടോ, അല്ലാഹു നിങ്ങളുടെ ആയുസ് വെട്ടിക്കുറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 തെറ്റുകൾ. അതിലെ ഒന്നാമത്തെ തെറ്റ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹറാമായ പണം ആരുടെ വീടിന്റെ അകത്ത് സൂക്ഷിക്കുന്നുണ്ടോ അല്ലാഹു അവന്റെ ആയുസ് വെട്ടിക്കുറയ്ക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയാൻ ഒരു മടി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോൺ എടുത്തതില്ലേ, പലിശയ്ക്ക് എടുത്തതില്ലേ, പടച്ചവനെ പണയം വെച്ചതില്ലേ, എന്തൊക്കെയായില്ലേ. പെട്ടെന്ന് പണക്കാരനാകാൻ ഇപ്പൊ എന്തോ ഒരു പുതിയ ഒരു കച്ചവടം ഉണ്ട്. പൈസ കൊണ്ടുപോയി കുറെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും. എന്തോ ഒരു അങ്ങനെ എന്തോ ഒരു കച്ചവടം ഉണ്ടല്ലോ. അറിയോ ഉസ്താദ്? അറിയോ? എന്താ അതിന്റെ പേര് പറയാം? എന്താ സുലൈമാക്ക അതിന്റെ പേര് പറയാം? എന്തോ കുറച്ച് പൈസ ഇട്ട് കഴിഞ്ഞാല് എന്താ റഹീമേ, അങ്ങനെ എന്തൊരു പരിപാടി ഇല്ലേ മക്കളെ? ഓൻ പോയില്ലേ? കൊണ്ടല്ല. ആലോചിക്ക ചങ്ങായിമാരെ, എന്റെ അടുത്ത് ഈ അടുത്തൊരു ഒരാളൊരു മസല ചോദിച്ചു. ഞാൻ ഇങ്ങനെ അതിനെ കുറിച്ച് ഇപ്പൊ പുതിയൊരു സ്വർണ്ണക്കടയിൽ കുറച്ച് പൈസ കൊണ്ടിട്ടാ മതി. ഒരു 10 ലക്ഷം രൂപ സ്വർണ്ണക്കടയിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ മാസാമാസം 10,000 രൂപ. മാസാമാസം 10,000 രൂപ. ഹലാലാണോ ഹറാമാണോ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവസാനം സ്വർണ്ണക്കടയും കൂട്ടിയിട്ട് ഓനങ്ങ് പോകും. അപ്പോഴാ എന്റെ പ്രിയമുള്ളവരെ, പിന്നെന്തോ ഇങ്ങനെ എന്തോ ഒരു ചെയിന്റെ കഥ പറയുന്നൊക്കെ. ഇങ്ങനെ ചെയ്യും പോലെ ഒരാളെ ചേർത്ത് കൊടുക്കുന്നു, മറ്റൊരാളെ ചേർത്ത് കൊടുക്കുന്നു, ചേർത്ത് അവസാനം നരകത്തിൽ പോകുന്ന അവസ്ഥ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ചിലത് പണം ഉണ്ടാക്കാൻ എളുപ്പ വഴികൾ. എന്ത് പണം ഉണ്ടാക്കാനുള്ള വഴിയാ നോക്കണേ. എന്തെല്ലാം വഴികൾ, പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികളാ പലരും നോക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ബുദ്ധിയൊക്കെ വേറെ വല്ല കാര്യത്തിനുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരായനെ. ഇങ്ങനെയുള്ള കുരുട്ടുബുദ്ധികളൊക്കെ വളഞ്ഞ വഴിയിലൂടെ പണമുണ്ടാക്കാൻ പെണ്ണുങ്ങളൊക്കെ സ്വർണം വരെ വിറ്റു. കെട്ടിയവൻ ചോദിക്കുന്നു, ആമിന എന്റെ പെങ്ങളെ കെട്ടി. ഓ എന്റെ അടുത്ത് ഒന്നുമില്ല. എന്നിട്ടുണ്ടായിരുന്നത് മുഴുവനും വിറ്റിട്ട് കൊണ്ടായിട്ടത് മൊത്തവും പോയി. പണക്കാരാർത്തി, പണത്തിനോടുള്ള ആർത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് ചില പെണ്ണുങ്ങൾക്ക് എത്ര കിട്ടിയാലും തികയാത്തവരുണ്ട്. ആർത്തി എന്ന് പറഞ്ഞാൽ എന്തൊരാർത്തി എന്നറിയൂ? സമ്പത്തിനോടുള്ള വല്ലാത്ത ആർത്തി. എന്റെ പ്രിയപ്പെട്ട പെണ്ണെ, സമ്പത്തിനോട് ആർത്തി വെച്ച അല്ലാഹു നിനക്ക് നല്ല മരണം തരൂല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര ചരിത്രങ്ങളുണ്ട്. ഒരാൾക്ക് സമ്പത്തിനോടുള്ള ആർത്തി വന്നു കഴിഞ്ഞാൽ നശിച്ചു, ഒരു കാലത്തും നേരെയാകില്ല. സമ്പത്തിനോടുള്ള ആർത്തി വന്നു കഴിഞ്ഞാൽ മോശമായ മരണമേ നിനക്ക് കിട്ടൂ. എത്രയോ ചരിത്രം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടൊരു സഹാബി ഇറങ്ങി ഓടുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ ഓടുന്നത് നബിയെ? ഈ ഇട്ടിരിക്കണ വസ്ത്രമേ എനിക്കുള്ളൂ, ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യക്ക് നിസ്കരിക്കാൻ. ആ സഹാബി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്, നബിയേ, ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം കൊണ്ടുപോയി എന്റെ വീട്ടിൽ കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യക്ക് അത് ധരിച്ച് നിസ്കരിക്കാൻ. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും നിസ്കരിക്കുമ്പോ ധരിക്കാൻ ഒറ്റ വസ്ത്രമേ ഉള്ളൂ. എനിക്കും എന്റെ ഭാര്യക്കും നമസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഒരൊറ്റ ജോഡി വസ്ത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓടണേ. ഈ സഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, നബിയെ, സമ്പത്തുണ്ടാകാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വേണ്ട, സമ്പത്ത് വേണ്ട. ഇല്ല നബിയെ, എനിക്ക് വേണ്ടി ദുആ ചെയ്. നബി പറഞ്ഞു, വേണ്ട. എന്തേ നബിയെ? സമ്പത്ത് കിട്ടിയാ നീ അല്ലാഹനെ മറക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്
തനിക്കും തന്റെ ഭാര്യയ്ക്കും 2 ജോഡി വസ്ത്രമില്ല, 1 ജോഡി വസ്ത്രം. ആ 1 ജോഡി വസ്ത്രമുള്ള സഹാബിയോടാ പറഞ്ഞത്, പണം കിട്ടിയാ നീ അള്ളാനെ മറക്കും. അപ്പൊ ഈ സഹാബി ചോദിച്ചു അത്ര, ഞാനോ? സുബ്ഹാനല്ലാഹ് നബിയേ, ഞാൻ അങ്ങയുടെ കൈ പിടിച്ചിട്ടാ മുസ്ലിമായത്, അങ്ങയുടെ പുറകിൽ നിന്ന് നിസ്കരിക്കുന്ന സഹാബിയെ ഞാൻ മറക്കോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അപ്പോഴും പറഞ്ഞു വേണ്ടാന്ന്. പക്ഷെ ഈ സഹാബി നിർബന്ധിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു, സമ്പത്തുണ്ടായി. 5 നേരം പള്ളി വന്ന സഹാബിയെ പിന്നെ 3 നേരമേ പള്ളി കാണുന്നുള്ളൂ, കാണാനില്ല. 5 നേരം പള്ളി നിസ്കരിക്കാൻ വന്നിരുന്ന സഹാബി പിന്നെ 3 വഖത്തായി പള്ളിയിലേക്ക്. അവസാനം പിന്നെ 3 ഒരു ദിവസം പള്ളി തന്നെ വരാത്ത അവസ്ഥ. അവസാനം പിന്നെ വെള്ളിയാഴ്ച മാത്രമായി. പള്ളി വരുന്നത് വെള്ളിയാഴ്ച മാത്രം. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്, ആ സ്വഹാബിയുടെ അവസ്ഥ എന്തെന്നറിയോ? അവസാനം കാഫിറായി ചത്തുപോയെന്ന് അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏത് സഹാബി? ഈ സഹാബിയെ അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് വിളിച്ചിരുന്നത് പള്ളിയുടെ മാടപ്രാവെന്ന വിളിച്ചിരുന്നേ. കാരണം ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കത്തുണ്ടായിരുന്നു. പള്ളിയുടെ മാടപ്രാവേ എന്ന് സഹാബത്ത് വിളിച്ചിരുന്ന സഹാബി പണം കൂടിയപ്പോ, പണത്തിനോടുള്ള ആർത്തി കൂടിയപ്പോ സഹാബിയായിട്ട് പോലും അവസാനം മോശമായി മരിച്ചുപോയി എന്ന് ചരിത്രം പറയുമ്പോ ഈ ആർത്തി കൊണ്ട് ഒരു സഹാബിയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഭർത്താവിനോട് ഹറാമായ പണവും സമ്പാദ്യവും ഭക്ഷണവും വീട്ടിൽ കൊണ്ടുവരല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗ്ഗം അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആയുസ് കുറയുന്ന പാപങ്ങളിൽ ഒന്നാമത്തെ പാപം എന്റെ മോനെ ഹറാമായ പണവ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2 വ്യഭിചാരം. ഞാൻ വിശദീകരിക്കുന്നില്ല. വ്യഭിചരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്യ പെണ്ണുങ്ങളുമായി ഭാര്യ നിനക്ക് അല്ലാഹു അനുവദീയമാക്കി തന്നതാ, അവളല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ട് സുഖിക്കുന്ന എവനെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ നിർത്തിക്കോ, ഇല്ലെങ്കിൽ നിനക്ക് അല്ലാഹു നിന്റെ ആയുസ് നിന്റെ റബ്ബ് വെട്ടിച്ചുരുക്കും. വ്യഭിചരിക്കുന്നവൻ അതാണാകട്ടെ പെണ്ണാകട്ടെ ഇങ്ങനെ വിചാരിച്ച് സുഖിച്ചും ആസ്വദിച്ചും നടക്കുകയാ. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു, പടച്ചവനെ ഇത്രയോളം ഇങ്ങനെ ഓടി നടന്ന് പെണ്ണ് കിട്ടുന്നവന്മാരുണ്ട്. ഓടി നടന്ന് പെണ്ണ് കെട്ടിക്കെട്ട് ചെലവിന് പോലും കൊടുക്കാത്ത ചില മഹാന്മാരെ പോലെ ജീവിക്കുന്ന ചില ആൾക്കാർ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ചെറുപ്പക്കാരോട് മക്കളെ, അള്ളാഹു തന്ന ആയുസ് റബ്ബ് കുറച്ചു കളയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 3 എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ, അവരുടെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നതെന്തെന്ന്